കർത്താവ് ദൈവം തമ്പുരാൻ തന്നോട് സംസാരിച്ചു, താനത് റെക്കോർഡ് ചെയ്തു എന്നൊക്കെ വീമ്പിളക്കിയ പാസ്റ്റർ ടിന്റിമോൻ വരെ ഇതാ വീട്ടിലായിരിക്കുകയാണ്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. പാസ്റ്റർ ടിൻഡോ ജോർജിന്റെ എല്ലാ കളികളും പൊളിച്ചടുക്കി AI. അതെ, കത്തോലിക്ക പള്ളികളിൽ ഇനി കർത്താവ് കുമ്പസാരക്കൂട്ടിൽ വന്നിരുന്ന് കുമ്പസാരം കേൾക്കും, ഒടുവിൽ ഉപദേശവും നൽകും. അത് കൃത്യമായി പാലിച്ചോ എന്ന് കുമ്പസാരക്കാരനെ അടുത്ത തവണ തിരിച്ചറിഞ്ഞ് ചോദിക്കുകയും ചെയ്യും. സംശയമുണ്ടോ? വിമത വൈദികർക്കും ഇത് എട്ടിന്റെ പണിയാണ്. ഇനി കുമ്പസരിക്കാൻ വിമത വൈദികരൊന്നും വേണ്ട. പാപങ്ങൾ ഏറ്റുപറ്റി കുമ്പസരിക്കാൻ ഇനി പള്ളിയിലെ തേടി പോകുകയും വേണ്ട. കുമ്പസാരക്കൂട്ടിൽ കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാവങ്ങൾ കേട്ട് പരിഹാരം പറയും. സ്വിറ്റ്സർലൻഡിലെ ലൂസേണിലെ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്ക പള്ളിയിലാണ് ഇതാ ലോകത്താദ്യമായ ഒരു AI കർത്താവ് കുമ്പസാരം കേൾക്കുന്നത്. സഭ അതിനെ എങ്ങനെ കാണുമെന്നത് രണ്ടാമത്തെ കാര്യം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സഭാ നേതൃത്വങ്ങളും ക്രൈസ്തവരും ഈ പുതിയ AI സംഭവ വികാസങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇനി അറിയാം. ഒരു കാര്യം ഉറപ്പാണ്, ഈ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ക്രിസ്തു ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും AI വഴി ക്രിസ്തുവിനോട് പറയരുത്. അങ്ങനെ പറയുന്നതിന്റെ റിസ്ക്കും നിങ്ങൾ സ്വയം ഏറ്റെടുത്തോണം എന്ന് ആ മുന്നറിയിപ്പ് ഈ കുമ്പസാരക്കൂട്ടിന് മുന്നിൽ പതിച്ചിട്ടുമുണ്ട്. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്ന എന്നർത്ഥമുള്ള ഡ്യൂസിൻ മച്ചിന യന്ത്രത്തിലും ദൈവം പദ്ധതിയുടെ ഭാഗമായാണ് കുമ്പസാരക്കൂട്ടിൽ AI ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചത്. ഹോളോഗ്രാമായിട്ടാണ് കുമ്പസാരക്കൂട്ടിൽ യന്ത്ര യേശുവിന് തയ്യാറാക്കിയിരിക്കുന്നത്. ആത്മാവിനെ ആശ്വസിപ്പിക്കുന്ന സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് കുമ്പസാരം നടത്തുന്ന വ്യക്തിക്ക് യന്ത്ര യേശു നൽകുന്നത്. AI സഹായം പള്ളിയുടെ പരമാവധി മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് പള്ളി ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വിശ്വാസിക്ക് മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തിയാൽ യേശുവിന്റെ രൂപം തെളിയും. വിശ്വാസിയുടെ ആവശ്യങ്ങൾ, ആവലാതികൾ, പരാതികൾ യന്ത്ര യേശു വ്യാഖ്യാനിച്ചെടുത്തിരിക്കും. വേദപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള മറുപടി കൃത്യമായി നൽകും. ഉടൻ തന്നെ ഹോളോഗ്രാം രൂപത്തിലുള്ള മുഖചലനങ്ങളും ആനിമേറ്റ് ചെയ്യും. യഥാർത്ഥ കർത്താവ് സംസാരിക്കുന്നത് പോലെ വിശ്വാസിക്ക് തോന്നുകയും ചെയ്യും. കർത്താവ് നേരിട്ട് വന്ന് സംസാരിക്കുന്ന പ്രതീതി ജനിപ്പിക്കും. AI കർത്താവിനെ കൊണ്ട് 100 ഭാഷകൾ വരെ സംസാരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ നിർമ്മാതാക്കളായ ലുസേൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ആർട്സിലെ സയന്റിസ്റ്റുകൾ. ഈ AI യേശുവിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് ഇനിയും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ധാർമ്മികവും ദൈവശാസ്ത്രപരവുമായ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് സഭ മറുപടി പറയേണ്ടി വരും. കാരണം അവർ തന്നെയാണ് ലുസേണിൽ ഇത് ആദ്യമായി ഒരു AI കുമ്പസാരക്കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പുരോഹിതരുടെ നിലപാടും വളരെ പ്രസക്തമാണ്. പള്ളിയിലച്ചന്മാർ ചെയ്യേണ്ട പണി AI ക്രിസ്തു ചെയ്യുന്നതിനോട് വൈദികർ യോജിക്കുമെന്ന് ഒരു തരത്തിലും തോന്നുന്നില്ല. എന്തായാലും ഇവിടെ കിടന്ന് തോന്നുന്ന വിമത വൈദികർ ഒരു കാര്യം ഓർക്കണം: അധിക കാലം വേണ്ടി വരില്ല. സഭ അനുമതി നൽകിയാൽ ഈ AI ക്രിസ്തു കേരളത്തിലും എത്തും. അപ്പോൾ വിമത വാക്കുകൾ വിളിച്ചു പറഞ്ഞ് തങ്ങൾ പുറത്തായാൽ വികാരിയാകാൻ ആരുണ്ടെന്ന വിമതരുടെ വിരട്ടൽ അതോടെ അവസാനിക്കും. വൈദികരുടെ പണി AI ഏറ്റെടുത്തുകൊള്ളും.